മക്കൾ അപ്പൂപ്പൻ്റെ കൂടെ വരുന്നോ? ഇനി വാ. എനിക്ക് അപ്പനെ കാണണോ? മോക്കിപ്പൊ അപ്പൂപ്പന് മാത്രം മതിയോ? അമ്മയും അച്ഛനൊന്നും വേണ്ടേ? വേണോ അല്ലേ? ചേട്ടാ എപ്പോ വരും? വൈകിട്ട്. മോളെ കാണുന്നില്ലല്ലോ, സമയം ഒരുപാട് ആയല്ലോ. ഇപ്പം വരുന്നേ, നമ്മള് 4-5 മണിയൊക്കെ ആവും വരുമ്പോ. അതെല്ലേ. ആ ഒരുമിച്ചപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരമായി മോളെ. മോളൊന്നും ഈ നേരത്താണോ വരുന്നത്? ഇപ്പോഴും ഈ ടൈമിലാ വരല്. എന്നാ മോള് പോയി ഡ്രസ്സൊക്കെ മാറിയാ. ആ എടി പിന്നെ മോക്ക് വല്ലതും കൊടുക്കണ്ടേ? അവള് എടുത്ത് കഴിച്ചോളൂ. എവിടെയാ മോളെ പോന്നെ? ഞാൻ അപ്പൂപ്പനെ കാണാൻ പോയി. എടി നീ വല്ല ആഹാരം എടുത്ത് കഴിച്ചു പോ. ഞാൻ വന്നിട്ട് കഴിക്കാം അമ്മ. അവക്ക് ഇപ്പൊ അപ്പൂപ്പൻ മതി ചേച്ചി, അച്ഛനമ്മേനും വേണ്ട. അപ്പൂപ്പനാണെങ്കിലോ അവളെന്ന് പറഞ്ഞ ജീവന്. അതുകൊണ്ടാണ് രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു പരസ്പരം ഭയങ്കര ഇഷ്ടാന്ന് അറിയാം. വാ, അവൾ എപ്പോഴെങ്കിലും വരട്ടെ, നമുക്ക് പോയി ചായ കുടിക്കാനേ. അവൾ എപ്പോഴാ വരിക ആർക്കറിയാം. വരുമ്പോ മക്കളെ കേറി വാ. പൊന്നോ, മക്കള് സ്കൂളിൽ പോയിട്ട് എപ്പോഴാ വന്നേ? വന്നിട്ടേ ഉള്ളൂ. ആന്നാ? മക്കൾ എന്താ കഴിച്ചു? ഞാൻ ഒന്നും കഴിച്ചില്ല, പോയിട്ട് കഴിക്കണം. അപ്പൂപ്പൻ കഴിച്ചോ? ഞാൻ കഴിച്ചു മക്കളെ. ചക്കരമോള് വന്നോ? എന്താ താമസിച്ചത്? ഞാൻ കുറച്ച് താമസിച്ചു. എന്തിനാ എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്? നമുക്ക് പുറത്തു പോയിരിക്കാം. എന്റെ മക്കള് വിളിച്ചാ പിന്നെ എന്തുവാ? അപ്പൂപ്പ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മക്കളെ എനിക്ക് ബാംഗ്ലൂര് നഴ്സിംഗിന് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പോണം അപ്പൂപ്പ. അപ്പൂപ്പന് വിഷമായോ? ഞാൻ പോയ അപ്പൂപ്പൻ എന്നെ മറക്കുവോ? ഞാൻ എന്റെ മക്കളെ മറക്കാനും
എന്തോ മോളെ? അച്ഛാ, എന്തോ മക്കളെ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ എനിക്ക്. പൈസ? ഈ വയസ്സാനത്ത് എന്തായാലും എവിടെന്നാണ് ഈ പൈസ? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ച് തന്നേ പറ്റുള്ളൂ. എന്നാ അച്ഛൻ ഒരു കാര്യം ചെയ്യും, വസ്തു കിടപ്പുണ്ടല്ലേ, അതിൽ നിന്ന് കുറച്ച് എനിക്ക് എഴുതാം. വസ്തു നിനക്ക് തരാനുള്ളതെല്ലാം ഞാൻ തന്നല്ലേടി വിട്ടത്. ഇനി നിനക്ക് വസ്തുവോ? ഇത്രയും നാളും ഈ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ, ഒരു നേരത്തെ ആഹാരം കഴിച്ചു വന്ന് നീ തിരക്കിയിട്ടുണ്ടോ? നിനക്കതിനൊന്നും സമയമല്ല. നിനക്ക് സ്വത്ത് വേണം, പണം വേണം. റെഡി ഇറങ്ങി പോടി. ഈ വയസ്സുകാലത്ത് എന്തിനാ ഇതെല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണത്? അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി കൊടുക്കും. ഓ, ഈ പണ്ടാരൊക്കെ ഉള്ള സ്വത്തെല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നോ? നീ ഇറങ്ങി പോടി. നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കും. അച്ഛാ, ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാച്ചാ, നമുക്ക് ചായ കുടിക്കാം. മോള് വന്നോ? ഇല്ല അച്ഛാ, അടുത്ത ആഴ്ച വരും. വാ അച്ഛൻ വന്നേ. വേണ്ട വാ അച്ഛാ. വേണ്ട മോളെ. ചേച്ചി മോള് വന്നു തോന്നുന്നു. ഞാൻ പോയി കണ്ടിട്ട് ഇപ്പൊ വരാമേ. എന്റെ മോളിപ്പോ അങ്ങോട്ട് പോകണ്ട. എന്താ അമ്മ, ഞാൻ പോയി കണ്ടിട്ട് വരാം. എന്നെ പൂക്കുന്നല്ലേ, ഞാൻ എത്ര ദിവസമായി കണ്ടിട്ട്. അമ്മ പറയുന്ന കേക്ക് മോളെ, മോളിപ്പോ അങ്ങോട്ട് പോകണ്ട. അതെന്താ ഞാൻ അങ്ങോട്ട് പോയാ? ഞാൻ എത്ര ദിവസമായി കണ്ടിട്ട്. അമ്മ പറയട്ടെ മോളെ. എന്ത് പറയട്ടെ, ഞാൻ പോവും. അപ്പൊ നമ്മള് വിട്ടു പോയി മോളെ.
അല്ല കരയല്ല മോളെ, വാ നല്ലത് കഴിക്കുക. ആ മോളെ കരയണ്ട. പോയവര് പോയി. അമ്മയുടെ മോള് കരയല്ല മോള്, കരയണ്ട. അമ്മയുടെ മോള് കുറച്ച് നേരം കിടക്കട്ടെടി. വാ മോളെ, എന്തെങ്കിലും കഴിക്കാം, കുറച്ച് വെള്ളമെങ്കിലും കുടിക്കുവാ. അമ്മയുടെ മോളല്ലേ പറയുന്നേ. നീ ഒന്നും കഴിക്കണമെങ്കിൽ നിന്നാൽ എങ്ങനെയാ? കഴിക്കുക. ആരാ? പ്രീതിയുടെ വീടല്ലേ? അതെ, നിങ്ങൾ ആരാ? ഞാൻ അഡ്വക്കേറ്റ് ആണ്. നീ ഒന്ന് പ്രീതി ഒന്ന് കാണും. ഞാൻ വിളിക്കാം സാറ്. ഓക്കെ. ഞാൻ മോളെ ഒന്ന് കാണാനാണ് വന്നത്. എന്താ സാറേ കാര്യം? ഞാനിത് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതെന്താ? ഇത് മോളുടെ അപ്പൂപ്പൻ മോൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച പത്രമാണ്. ഇനി അപ്പൂപ്പന്റെ എല്ലാ സീറ്റുകൾക്കും അവകാശം മോൾക്കാണ്. എനിക്ക് എന്തിനാ സാറേ ഇതൊക്കെ? ഇത് മോൾക്ക് അർഹതപ്പെട്ടതാണ്. അദ്ദേഹത്തിന് സ്വന്തം മകളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് മോള് തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ സ്വത്തിന് അർഹതപ്പെട്ടതും മോള് തന്നെയാണ്. മോളെ, രക്തബന്ധത്തെക്കാൾ മൂല്യമുണ്ടാകും ചില സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന ബന്ധങ്ങൾ. സ്നേഹം ഒരു വികാരമാണ്, നിർവചിക്കാൻ വയ്യാത്ത പറ്റാത്ത ഒരു അനുഭൂതി. സ്നേഹമെന്നും നിലനിൽക്കും.